ആന വെള്ളം കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് തന്നെയാണ് പറ്റിയ അവസരം. എന്താ ഇത്? മനുഷ്യന്റെ ശബ്ദം. ഞാനപ്പോ ലക്ഷ്യം വെച്ചത് ആനയല്ലേ? തെറ്റ് പറ്റിയോ ദൈവമേ? എന്നെ ആരോ ആക്രമിച്ചിരിക്കുകയാണല്ലോ. ഞാൻ എന്ത് പാവമാ ചെയ്തത്? അയ്യോ, ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിതാവേ, മാതാവേ, നിങ്ങളുടെ ദാഹത്തെ ശമിപ്പിക്കാൻ കഴിയാത്ത ഒരു പാപിയായി പോയല്ലോ ഞാൻ. അമ്മേ, അമ്മേ, ആരാണ് എന്നെ ആക്രമിച്ചത്? അനുജ, 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 ആരാണ് അനുജ? നിങ്ങൾ ആരാണ്? ഞാൻ അയോധ്യ ചക്രവർത്തി ദശരഥൻ. അനുജ, അപ്പോ അങ്ങാണോ എന്നെ ആക്രമിച്ചത്? അങ്ങായിരുന്നോ എന്നെ ആക്രമിച്ചത്? മഹാരാജൻ, ഞാൻ അങ്ങയോട് എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞാലും കണ്ണിന് കാഴ്ചയില്ലാത്ത എന്റെ മാതാവിനും പിതാവിനും ജലം കൊണ്ടുപോവാൻ വന്നതായിരുന്നു ഞാൻ. എന്നെ ഇങ്ങനെ അന്യായമായി ആക്രമിച്ചല്ലോ അങ്ങ്. എനിക്കിനി എങ്ങനെയാണ് അവരെ കാണാൻ കഴിയുക? ഞാൻ അങ്ങയോട് എന്ത് തെറ്റാണ് ചെയ്തത്? പറഞ്ഞാലും മഹാരാജൻ, പറഞ്ഞാലും ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇല്ല അനുജ, ഞാൻ നിന്നെയല്ല ലക്ഷ്യം വെച്ചത്. വേട്ടയാടാൻ വേണ്ടി വന്നതായിരുന്നു. ജലത്തിന്റെ ശബ്ദം കേട്ടപ്പോ ആന ജലം കുടിക്കാൻ വന്നതാണെന്ന് കരുതി ആനയാണ് നാം ലക്ഷ്യം വച്ചിരുന്നത്. എന്നാൽ അമ്പ് നിന്റെ ദേഹത്താണ് വന്ന് കൊണ്ടത്. മൃഗത്തെ വേട്ടയാടുകയാണെന്ന് കരുതി മനുഷ്യനെ തന്നെ വേട്ടയാടിയല്ലോ അങ്ങ്. അനുജ, അനുജ, ആരായാതെ അങ്ങ് അമ്പയച്ച ആ പ്രവൃത്തി എത്രത്തോളം വലിയ പാവമാണ്. വരുത്തി വെച്ചതൊന്നും കണ്ടില്ലേ? അനുജ, അനുജ. മഹാരാജൻ, എന്റെ മാതാവും പിതാവും പ്രായമായവരാണ്, കാഴ്ചയില്ലാത്തവരാണ്. അങ്ങനെയുള്ള അവർക്ക് ഞാനാണ് കണ്ണിന് കണ്ണായി ഒരു പുത്രന്റെ കടമകൾ ചെയ്തുകൊണ്ട് ഇതുവരെ അവരെ സംരക്ഷിച്ചു പോന്നു. എനിക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടായത് അവരറിഞ്ഞാൽ അവരുടെ ജീവൻ ആ ഉടലുകളിൽ തങ്ങില്ല. മഹാരാജൻ, അങ്ങ് എന്നെ മാത്രമല്ല വധിച്ചത്, എന്റെ മാതാപിതാക്കന്മാരെ ചേർത്താണല്ലോ അങ്ങ് വധിച്ചത്. ഞാനൊരു വലിയ പാപമാണല്ലോ ചെയ്തിരിക്കുന്നത്. മഹാരാജൻ, താങ്കൾ കരഞ്ഞിട്ടിനി ഫലമില്ല. എന്റെ ജീവൻ അല്പാൽപമായി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ സാധിക്കുമോ? പറയൂ, ഉടനെ ചെയ്യാം. ഞാൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തമെങ്കിലും ആകട്ടെ. പറയൂ അനുജ, പറയൂ. കുറച്ചു ദൂരെ എന്റെ മാതാവും പിതാവും ദാഹത്താൽ വലഞ്ഞിരിക്കുകയായിരിക്കും. തന്റെ പുത്രൻ ജലവുമായി വരുമെന്നുള്ള പ്രതീക്ഷ ഓരോ നിമിഷവും അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ സ്നേഹത്തോടെ വളർത്തിയ അവരുടെ പുത്രൻ തന്നെ അമ്പുകൊണ്ട് ആക്രമിച്ചവരെയും മാപ്പ് നൽകി വിട്ടയച്ചു. മാതാവിന്റെയും പിതാവിന്റെയും അനുഗ്രഹത്താൽ പുണ്യലോകത്തേക്ക് പോയി എന്നും പറഞ്ഞാലും ഇത് വാങ്ങിക്കോളൂ. ദയവ് ചെയ്ത് ഈ കുടത്തിലെ ജലം കൊണ്ടുപോയി എന്റെ മാതാവിന്റെയും പിതാവിന്റെയും പക്കൽ കൊടുത്ത് അവരുടെ ദാഹത്തെ ശമിപ്പിച്ചാലും. അനുജ, അനുജ, മുനികുമാര.
സ്വാമി, ജലമെടുക്കാൻ പോയ നമ്മുടെ പുത്രനെ ഇനിയും കണ്ടില്ലല്ലോ. ഒരുപക്ഷെ നീരാടിയിട്ട് ജലവുമായി വരുമായിരിക്കും. ക്ഷമയോടെ ഇരിക്കെ, ക്ഷമിച്ചിരിക്കെ. ശ്രവണ, നീ വന്നോ മോനെ? മഹർഷേ, ഉത്തമ ദമ്പതികളായി ജീവിക്കുന്ന നിങ്ങളെ സർവമര്യാദകളോടും കൂടി നമസ്കരിക്കുകയാണ് ഞാൻ. ശ്രീമാൻ, അങ്ങ് ആരാണ്? അങ്ങയുടെ ശബ്ദം ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതെ, താങ്കൾ ആരാണ്? ഞാൻ അയോധ്യ ചക്രവർത്തി ദശരഥൻ. എന്താ? ഞാൻ തങ്ങൾക്കായി ജലം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്ത്? താങ്കൾ ജലം കൊണ്ടുവന്നോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പുത്രൻ ശ്രവണൻ എവിടെ? അങ്ങയുടെ പുത്രൻ, എന്റെ പുത്രൻ ശ്രവണൻ കുളക്കരയിൽ. കുളക്കരയിൽ? കുളക്കരയിൽ എന്തുപറ്റി? മൃത്യു വരിച്ചു കിടക്കുകയാണ് സ്വാമി. എന്റെ പുത്രൻ ശ്രവണൻ, എന്റെ പുത്രൻ ശ്രവണൻ മരണപ്പെട്ടെന്നോ? ഞങ്ങൾ ദീർഘനാൾ തപസ്സനുഷ്ഠിച്ച് കിട്ടിയ പുത്രൻ മൃത്യു വരിച്ചെന്നോ? എന്റെ പുത്രൻ എങ്ങനെയാ മരിച്ചതെന്ന് പറയൂ രാജൻ, പറയൂ. തപാത്മാക്കളെ, എന്റെ ഒരു കൈപ്പിഴവ് മൂലമാണ് അങ്ങയുടെ പുത്രൻ മൃത്യു വരിച്ചത്. എന്തൊക്കെയായി പറയുന്നത്? മഹർഷി, എന്റെ മൂഢപ്പെടുത്താൽ കുളത്തിൽ ജലമെടുക്കാൻ വന്ന അങ്ങയുടെ പുത്രനെ ആനയാണ് ജലം കുടിക്കാൻ വന്നതെന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ അമ്പെയ്ത് വധിച്ചു ഞാൻ. ഞങ്ങളുടെ പുത്രനെ വധിച്ചത് മാത്രമല്ലാതെ അത് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്ര ധൈര്യത്തോടെ പറയുന്ന നീ ഒരു ചക്രവർത്തിയാണോ? മാലോകർ വാഴ്ത്തുന്ന ആദിത്യ ഉലത്തി പറഞ്ഞവനാണോ നീ? മഹാപാപി! എടാ മൂഢ, നിനക്ക് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. മഹാപാപി, ഇത്രയും ക്രൂരമായൊരു കാര്യം ചെയ്തിട്ട് ഞങ്ങളോടത് പറയാതിരുന്നെങ്കിൽ ഈ ക്ഷണം നിന്റെ തല പൊട്ടിത്തെറിക്കുമായിരുന്നു. ഒരു വാനപ്രസ്ഥനെ വധിച്ചിട്ട് അഥവാ അവനു വേണ്ടി നീ വരാതിരുന്നെങ്കിൽ നിന്റെ വംശം തന്നെ എരിഞ്ഞ് ചാമ്പലാകുമായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വന്ന് നീ ഇത് പറഞ്ഞതുകൊണ്ടാണ് താൽക്കാലികമായി രക്ഷപ്പെട്ടത്. എന്നാലും ഒരു മഹർഷിപുത്രനെ വധിച്ചതിന്റെ പാപം നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞങ്ങളുടെ പുത്രനെ പിരിഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് പോലെ, ഹൃദയം തകർന്നതുപോലെ നീ ഒരു നാൾ പുത്രദുഃഖത്താൽ മരണപ്പെടുന്നതാണ്. ഇത് നിന്റെ തകർച്ചയ്ക്ക് കാരണമാവും. ഈ ശാപം നിന്നെ വിട്ടൊഴിയില്ല. ഇത് സത്യം, സത്യം, സത്യം. ശ്രവണ, സ്വാമി, 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 സ്വാമി. ഭഗവാനേ, അറിയാതെ പറ്റിപ്പോയ ഈ തെറ്റിന് എന്നോട് ക്ഷമിച്ചാലും, എന്നോട് ക്ഷമിച്ചാലും, ക്ഷമിച്ചാലും. ഇതാണ് സംഭവിച്ചത്. ഗുരുദേവ, ആ ശാപത്തിന്റെ ഫലമാണ് ഇപ്പോൾ എന്റെ ജനങ്ങളെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത്. സുമന്ത്രൻ എന്റെ രാമനെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ നാം അതിജീവിക്കുന്നതാണ്. അങ്ങനെ അല്ലെങ്കിൽ പുത്രശോകത്താൽ രാമ 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 രാമ
ഇതാ സുമന്ത്രരെത്തിയല്ലോ. സുമന്ത്രൻ തിരികെ വന്നോ? എന്റെ രാമനും വന്നിട്ടുണ്ടാവുമോ? രാമചന്ദ്ര 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 രാമ 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 സുമന്ത്ര, എന്റെ രാമൻ എവിടെ? സുമന്ത്ര, എന്റെ രാമൻ എവിടെ? സുമന്ത്ര, എന്റെ രാമൻ എവിടെ? എവിടെ 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 എവിടെ? രാമ 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 രാമചന്ദ്ര. മഹാരാജൻ, ഗുരുദേവ, ലോകമെമ്പാടും ആഘോഷിക്കാൻ കാലങ്ങളോളം രാജ്യം ഭരിച്ച ചക്രവർത്തി ദശരഥന്റെ മരണം ഇത്രയും ദയനീയമാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. എന്തു ചെയ്യാനാണ്? അദ്ദേഹത്തിന് വിധിമൂലമേറ്റ ശാപം ഇങ്ങനൊരു വേദനാജനകമായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. പല കാലങ്ങളായി തപസ്സനുഷ്ഠിച്ച് ഭഗവാന്റെ അംശങ്ങളായ 4 പുത്രന്മാർക്ക് ജന്മം നൽകിയിട്ടും ദശരഥന്റെ മരണകാലത്ത് അവന്റെ അരികിൽ ഒരു പുത്രൻ പോലുമില്ലല്ലോ. ദേവിമാർ മൂവരും ജലപാനമില്ലാതെ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അരികിലിരിക്കുകയാണ്. മരണാനന്തര ചടങ്ങുകൾ ഇപ്പോഴെങ്ങനെയാ? മന്ത്രി സുമന്ത്രരെ, രാമലക്ഷ്മണന്മാർ തപസ്സനുഷ്ഠിക്കാൻ വനത്തിലേക്ക് പോയി. നാടു നീങ്ങിയ വിവരം അറിയിക്കാമെന്ന് വെച്ചാൽ 14 വർഷങ്ങൾ കഴിയുന്നതിനു മുമ്പ് അവർ നിശ്ചയമായും വരില്ല. ആകയാൽ
കേകയ നാട്ടിലേക്ക് പോയിരിക്കുന്ന ഭരതനെയും ശത്രുഘ്നെയും സംഭവിച്ചതൊന്നും ധരിപ്പിക്കാതെ ശീഘ്രം തിരികെ വരാൻ ദൂതനെ അയച്ചാലും. അയച്ചിട്ടുണ്ട് ഗുരുദേവ. ജ്യേഷ്ഠ, എന്താ ഇത്? കേകയ നാട്ടിൽ നിന്ന് ബഹുവേഗത്തിൽ വന്ന അങ്ങ് നമ്മുടെ അയോധ്യ മഹാരാജ്യത്തേക്ക് വന്നതും തേരിൽ നിന്നിറങ്ങി മനസ്സ് തകർന്നവനെ പോലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നു വരുന്നത്? അനുജ, നമ്മുടെ ഈ അയോധ്യ രാജ്യം ഇങ്ങനെ നിറം മങ്ങി ഞാൻ കണ്ടിട്ടേയില്ല. എന്താണ് ഇത്രയും ശോകമയമായിരിക്കുന്നത്? ശത്രുഘ്ന, വസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികൾ എവിടെ? എപ്പോഴും മുഴങ്ങുന്ന ക്ഷേത്ര മണിശബ്ദം എവിടെ? സമയമൊട്ടും പാഴാക്കാതെ വേദങ്ങൾ ചർച്ചയാക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരെവിടെ? ആർത്തുല്ലസിച്ച് നടക്കുന്ന തരുണികളുടെ കൂട്ടം എവിടെ? അനുജ, ഇവയ്ക്കെല്ലാം കാരണം എന്താണെന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ തെരുവിൽ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. ജ്യേഷ്ഠ, നമ്മൾ അരമനയിലേക്ക് ചെന്നാൽ എല്ലാം വ്യക്തമാകും. വന്നാലും അവിടെ എത്തും വരെ എനിക്ക് ക്ഷമിക്കാനാവില്ല. നമുക്ക് ആരോടെങ്കിലും ചോദിക്കണം. മുനിവരിയ, താങ്കൾ കാലദേവൻ. അല്ല, ഈ അയോധ്യ മുഴുവനും വിജനമായ മൈതാനം പോലെ, ജലമില്ലാതെ വരണ്ടു കിടക്കുന്ന ഭൂമി പോലെ കാണുന്നുവല്ലോ. കാരണം എന്താണെന്നറിയോ? അറിയാം ശ്രീമാൻ. അതറിയാവുന്ന ഒരാളെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങ് ഈ അയോധ്യയുടെ ശോകത്തിന് കാരണം എന്താണെന്ന് പറഞ്ഞാലും. ഒരുവനിവിടെ നിന്ന് പടിയിറങ്ങിപ്പോയി. സൂര്യൻ അസ്തമിക്കും പോലെ ഈ രാജ്യത്തിന്റെ സന്തോഷവും സമാധാനവും കൂടെ കൊണ്ടുപോയി. എങ്ങനെയാ പോയത്? ആദിത്യന്റെ ശോഭ പോലെ അവന്റെ മേനിയിൽ ഈ നഗരത്തിന്റെ ഐശ്വര്യം മുഴുവനുണ്ടായിരുന്നു. പ്രജകളുടെ പുഞ്ചിരിയും സന്തോഷവും കവർന്നുകൊണ്ടായിരുന്നു അവൻ പോയത്. ആരാണവൻ? അവനോ കുമാര, അവൻ മാണിക്യമോ മരതകമോ മഹാസാഗരമോ മഴമുകിലോ? അയ്യോ, അവന്റെ വടിവഴക് വർണ്ണനയ്ക്കും അതീതമാണ്. അനുജ, ഈ മനുഷ്യനെങ്കിലും ഇവിടെയുള്ള നിലയ്ക്ക് കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് വിചാരിച്ചു. സങ്കോചത്തിൽ നിൽക്കുന്ന നമ്മളെ വീണ്ടും കുഴപ്പത്തിലാക്കിയിട്ടാണല്ലോ പോയത്. ശരി, വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. അതെ.